അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ സമയത്ത് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തോന്നിയിട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഏരിയ മൊത്തം ഭയങ്കര പച്ചപ്പുള്ള ഒരു ഏരിയയാണ്. അമ്പലത്തിൻ്റെ ആ ഒരു പ്രദേശം തന്നെ നല്ല ഐശ്വര്യമുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഈ നടപ്പാത കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ ബോർഡ് കണ്ടത്. അവിടെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ 750 രൂപയും വീഡിയോ എടുക്കാൻ 1500 രൂപയോ 1400 രൂപയോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മോഹം ഉപേക്ഷിച്ചു. അങ്ങനെ അമ്പലത്തിൽ നന്നായിട്ട് ഞാൻ എന്തിനാണോ പോയത് ആ കാര്യം നന്നായിട്ട് ചെയ്തു. അതായത് നന്നായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഈ ഒരു വീട് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. നല്ല ഐശ്വര്യമുള്ളൊരു വീട്. നമുക്ക് വീഡിയോ എടുക്കാനും ഷൂട്ടിങ്ങിനും ഒക്കെ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ പോലത്തെ നല്ലൊരു തറവാട് കേട്ടോ. അവിടെ ഇങ്ങനെ പശുക്കളൊക്കെ മേയുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ആ കുളത്തിലേക്ക് പോകുന്ന നടവഴി. അപ്പോൾ ഞാൻ അത് കൂടെ പോയിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങുമ്പോൾ കുളത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് വാവ് എന്നായിരുന്നു. കാരണം അത്ര ഭംഗിയുള്ളൊരു കുളമായിരുന്നു അത്. വെറുതെ അല്ല, നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ റീൽസിലും ഒക്കെ ഈ ഒരു കുളം ഭയങ്കര വൈറലായിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ എന്നെ ഇതിൻ്റെ ഭംഗിയൊന്ന് കണ്ടു നോക്കിട്ടോ. മോളും ഇതുപോലെ കുളത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുളത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഞാൻ മറന്നു വീഡിയോ എടുത്തിട്ടെന്ന് വേണം പറയാൻ. ഇനി എന്തായാലും ഒരു ദിവസം സമാധാനമായിട്ട് പോയിട്ട് കുളം ഒന്നും കൂടി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാണ് കുളത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഗേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാലും ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. പിന്നെ ഈ ഒരു ഗേറ്റ് ഈ കുളത്തിൻ്റെ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ വഴിയും എല്ലാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇതിനി അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന വഴിയാണ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ പാരാമൗണ്ടിലേക്ക് പോയി, ശ്രീകൃഷ്ണപുരത്തുള്ളത്. അവിടെ നിന്നൊരു ചിക്കൻ ബർഗറും 2 ലൈമും കുടിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് വീട്ടിൽ വന്നപ്പോൾ ഒരു കല്യാണം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചു. അപ്പോൾ ടെമ്പിൾ ഡേറ്റ് വിത്ത് ഏടത്തിയമ്മ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പാർട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിൻ്റെ 1, 2, 3 പാർട്ടൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.